ഇക്കഴിഞ്ഞ ജനുവരി 14 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തുവന്നത്. ഇതാദ്യമായാണ് പദവിയിലിരിക്കുന്ന ഒരു മാർപ്പാപ്പ തന്റെ ജീവിതാനുഭവങ്ങൾ വിവരിച്ച് ആത്മകഥ എഴുതുന്നത്. കൗതുകകരമായ പല സംഭവങ്ങളും ആത്മകഥയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട്. ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ പദവിയിലിരിക്കെ തന്റെ ആത്മകഥ എഴുതുന്നത്. കുട്ടിക്കാല ജീവിതാനുഭവങ്ങളിൽ തുടങ്ങി മാർപ്പാപ്പയായുള്ള 12 വർഷക്കാലത്തെ തന്റെ ജീവിതവും ഫ്രാൻസിസ് മാർപ്പാപ്പ ഹോപ്പ് അഥവാ പ്രത്യാശ എന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്. മരണാനന്തരം മാത്രമേ പുസ്തകം പ്രസിദ്ധീകരിക്കാവൂ എന്നാണ് ആദ്യം പുസ്തകത്തിന്റെ എഡിറ്ററായ കാർലോ മുസോയോട് പാപ്പ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് മനസ്സുമാറി. ജൂബിലി വർഷത്തിൽ പുറത്തിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2019 മുതൽ 2024 ഡിസംബർ വരെ മാർപ്പാപ്പയുമായി ആശയവിനിമയം നടത്തിയാണ് കാർലോ മുസോ പുസ്തകം തയ്യാറാക്കിയത്. അർജന്റീനയിൽ ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ കുടുംബത്തിലെ ബാല്യകാലം മുതൽ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയാകും വരെയുള്ള 88 വർഷത്തെ ജീവിതം കൃതിയിലുണ്ട്. കുട്ടിക്കാലത്ത് താൻ കടുത്ത ഫുട്ബോൾ പ്രേമിയും ടാങ്കോ നൃത്തത്തോട് താൽപര്യമുള്ളയാളുമായിരുന്നുവെന്നും മാർപ്പാപ്പ എഴുതുന്നു. പഠിക്കുന്ന കാലത്ത് സഹപാഠിയുമായുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടത്തെ തുടർന്ന് സഹപാഠിക്ക് ബോധക്ഷയമുണ്ടായെന്ന് പാപ്പ പറയുന്നു. ഇപ്പോഴും താൻ തെറ്റുകളും പാപങ്ങളും ചെയ്യാറുണ്ടെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നെഴുതുന്നു. തനിക്ക് താൻ അർഹിക്കാത്ത ബഹുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നതെന്നും പാപ്പ എഴുതുന്നു. (2013) മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്റെ മുൻഗാമിയായ ബെനഡിക്ട് 16 മാർപ്പാപ്പ തന്നെ ഒരു വെളുത്ത പെട്ടി ഏൽപ്പിച്ചുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മകഥയിൽ പറയുന്നു. ലൈംഗിക ദുരുപയോഗവും അഴിമതിയും ഇരുണ്ട ഇടപാടുകളും അടക്കമുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകളായിരുന്നു ആ പെട്ടിയിൽ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ഉത്തരവാദിത്വം ഇനി താങ്കൾക്കാണെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പറഞ്ഞുവെന്ന് പുസ്തകത്തിൽ പറയുന്നു. (1990) ടെലിവിഷനിൽ ഒരു ദുഃഖകരമായ രംഗം കണ്ടതിനു ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ TV കാണുന്നത് നിർത്തിയിരുന്നു. സെപ്റ്റംബർ 11 ആക്രമണങ്ങൾ പോലുള്ള ചില സുപ്രധാന സംഭവങ്ങളിൽ ഒഴിച്ച് ടെലിവിഷൻ കാണില്ലെന്ന തന്റെ പ്രതിജ്ഞയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉറച്ചുനിന്നു. ആത്മകഥയിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പരമ്പരാഗത ശ്മശാനത്തിലല്ല, മറിച്ച് റോമിലെ സാന്താ മരിയ മാഗിയോർ ബസിലിക്കയിൽ സംസ്കരിക്കണമെന്നാണ് പാപ്പ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ലളിതമായ സംസ്കാരത്തിനുള്ള തന്റെ ആഗ്രഹവും ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നു. സംസ്കാര ചടങ്ങിൽ ലളിതമായ ആരാധനാക്രമത്തിനും ലളിതമായ മരം കൊണ്ടുള്ള ശവപ്പെട്ടിയും ഉപയോഗിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവസാന അധ്യായത്തിൽ മാർപ്പാപ്പ സഭയുടെ ഭാവിയെപ്പറ്റി പറയുന്നു. സഭ മുന്നോട്ട് തന്നെ പോകും. ഞാനൊരു പടി മാത്രമാണ്. റിസർച്ച് ഡെസ്ക് 24.